ഗൈസ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മീഷോ ഫൈൻഡ്സ് ആണ് കേട്ടോ. അതിൽ നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വർത്ത് ആയിട്ടുള്ളൊരു മീഷോ ഫൈൻഡാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു വീട്ടിലേക്കുള്ള എല്ലാ പാത്രങ്ങളും നമുക്ക് ആവശ്യമുള്ള ഡിന്നർ സെറ്റ് എല്ലാം ഒരു 6 പേർക്ക് കഴിക്കാനുള്ളത്, അതായത് ഫുൾ സെറ്റാണ് കേട്ടോ. അതാണ് ഈ ബോക്സിനകത്തുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് നമ്മളിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഫുൾ ഇത്രയും ഐറ്റംസ് ഉണ്ടോ? മൊത്തം 48 ഐറ്റംസാണ് ഈ ഒരു ബോക്സിനകത്തുള്ളത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇത്രയും ചെറിയ ബോക്സിനകത്ത് ഇത്രയും സാധനങ്ങളുണ്ടെന്ന്? ഞാനും ഓർത്തു കേട്ടോ വന്നപ്പോൾ ഇനി എങ്ങാനും മീഷോ മാമൻ പറ്റിച്ചതാണോ, അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും ഉണ്ടാവുമോ, അല്ലെങ്കിൽ വല്ല ഡാമേജൊക്കെ ആയിരിക്കുമോ എന്ന് വിചാരിച്ച് ഞാനും ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് ഞാൻ ശരിക്കും വണ്ടറായിപ്പോയി ഗൈസ്. കാരണം അത്രയും അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 850 രൂപയിൽ താഴെയാണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നാണ് ഇത്രയും പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലൊരു 5 പ്രൊഡക്റ്റിന് മാത്രം ഈ പറഞ്ഞ 800 രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും. കണ്ടല്ലോ, ഇത്രയും പ്രൊഡക്റ്റ്സാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ഇത് ഇന്ന് വന്നതാണ്. ഞാൻ പൊട്ടിച്ചതിന് ശേഷം ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അതിൽ ഐറ്റംസ് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ വീഡിയോ എടുത്ത് വെച്ചത് കേട്ടോ. ഞാൻ രാത്രിയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പം തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയും യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ടൈറ്റായിട്ടായിരുന്നു എല്ലാം ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒന്നിനും ഒരു ഡാമേജോ അല്ലെങ്കിൽ ഒരു പാക്കേജിങ്ങിലാണെങ്കിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല പ്ലാസ്റ്റിക് കോട്ടിങ്ങിലൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓരോ പ്രൊഡക്റ്റും. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ്സാണ്. ഒന്നല്ല, ഇതേപോലത്തെ 6 ഗ്ലാസ്സും ഉണ്ട്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൈ വെച്ച് കാണിച്ചു തരാം. ഇത് ഇത്രയും ഉണ്ട്. അതായത് നമ്മുടെ ഒരാൾക്ക് കുടിക്കാനായിട്ട് ഒരു തവണ കുടിച്ചാൽ മതി. കാരണം അതിൽ രണ്ടാമത് എടുക്കേണ്ടി വരില്ല. അത്യാവശ്യം വെള്ളം അതിൽ കൊള്ളും. കുറച്ച് വലുതാണ്. കണ്ടോ, ഈ ഒരു സൈസാണ്. ഞാൻ വിരൽ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല കട്ടിയുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും ഭയങ്കര തിന്നായിട്ടുള്ളതാണെന്നൊന്നും തോന്നണ്ട. കാരണം നല്ല കട്ടിയുള്ള ഗ്ലാസ് തന്നെയാണ്. നല്ല സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഈ ഒരു റേറ്റിന് ഇത്രയും സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ഓർക്കും. കാരണം ഇത് ചിലപ്പോൾ എല്ലാം വളരെ കട്ടി കുറഞ്ഞ സാധനങ്ങളായിരിക്കും എന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ ചെറുതായിട്ടിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റിവ്യൂ നോക്കിയപ്പോൾ നല്ലതാണെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ പിന്നെ ഓർഡർ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടിയാണ് എനിക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ട്, ചേച്ചി ഇത് വാങ്ങിക്കുമോ എന്നിട്ട് റിവ്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ഓർഡർ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ വാങ്ങിച്ചതിൻ്റെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തേക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു റേറ്റിൽ കിട്ടുമോ, ഞാൻ കള്ളത്തരം പറയുവാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ എല്ലാം കൊടുത്തേക്കാം. കണ്ടോ, അപ്പോൾ ഇങ്ങനത്തെ 6 ഗ്ലാസ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അത് 6 എണ്ണം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. 3, 3, 6 കണ്ടല്ലോ. ഈ ഒരു റേറ്റിന് അടിപൊളിയാണ് കേട്ടോ ഗൈസ്. എനിക്ക് പറയാതിരിക്കാൻ പാടില്ല. അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇത്രയും പ്രൊഡക്റ്റ്സ് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കി ഇതെല്ലാം ഉള്ളത് തന്നെയാണോന്ന്. അപ്പോൾ ചില റിവ്യൂവിൻ്റെ അകത്ത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഈ ഒരു സെല്ലറുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിക്കുക എന്നുള്ളതാണ് കേട്ടോ. വേറൊരു സെല്ലറുടെ നോക്കിയപ്പോഴത്തേക്കും അതിൽ ചെറിയ ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റ് ലിങ്ക് തരാം. അപ്പോൾ അത് തന്നെ നിങ്ങൾ ആ ഒരു സെല്ലറുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചാൽ മതി. അതിലെല്ലാ റിവ്യൂവും നല്ലതായിരുന്നു കേട്ടോ. ഇതേപോലെ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കണ്ണിൽ കണ്ടത് വാങ്ങിക്കാതിരിക്കുക. ലിങ്ക് ഞാൻ അല്ലെങ്കിൽ കോഡായിട്ടാണെങ്കിലും ഇട്ടേക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. അടുത്തത് ഈ ഒരു ബൗളാണ് കേട്ടോ. നമുക്ക് കറി ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ബൗളാണ്. ഇതും 6 എണ്ണമാണ്. ഞാൻ പറഞ്ഞില്ലേ 6 പേർക്ക് കഴിക്കാനായിട്ടുള്ളൊരു സെറ്റാണ്. ഒരു വീട്ടിലേക്ക് വേണ്ട ഒരു 6 പേരുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതല്ലാണ്ട് വേറെ പാത്രങ്ങളൊന്നും വാങ്ങിക്കേണ്ട. പിന്നെ എന്തെങ്കിലും ചോറ് വയ്ക്കാനുള്ള 2 കാലോ അങ്ങനെ എന്തെങ്കിലും മാത്രം വാങ്ങിച്ചാൽ മതി. കാരണം അത്രയും പ്രൊഡക്റ്റ് ഉണ്ട് ഈ ഒരു കോമ്പോയിൽ തന്നെ. ഈ 800 രൂപയുടെ കോമ്പോയിൽ 6 പേർക്കുള്ള പാത്രം കിട്ടുക എന്നുള്ളത് മീഷോയിലല്ലാണ്ട് വേറെ എങ്ങും കിട്ടില്ല. അതെനിക്ക് 100% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉറപ്പാണ്. വാങ്ങിയത് കൊണ്ടാണ് കേട്ടോ പറയുന്നത്. കണ്ടോ, നല്ല കട്ടിയുണ്ട് ഇതിന്. നമ്മുടെ എൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൈസ് മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് ഇതിൽ വലിയ സൈസാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത് എടുക്കണ്ട കേട്ടോ. ഈ ഒരു സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കറക്റ്റ് കയ്യിൽ പിടിച്ച് കാണിക്കുന്നത്. പിന്നെ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ ടേപ്പ് വെച്ചിട്ട് മെഷർമെൻറ്റ് കറക്റ്റ് എത്ര ഇഞ്ച് ഉണ്ടെന്നും കൂടെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കണ്ടോ, ഇതിപ്പോൾ 6 എണ്ണമാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് കറിയൊക്കെ എടുത്ത് വയ്ക്കാം. ചട്നിയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറി. അത്യാവശ്യം നല്ല കുഴിവുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തത്. ഇതേപോലത്തെ തന്നെ കുറച്ചും കൂടെ വലിയ ടൈപ്പും ഉണ്ട്. ഇപ്പോൾ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടെ വലിയ ടൈപ്പും കൂടെ വരുന്നുണ്ട് കേട്ടോ. നോക്കാവേ.
ഇനി അടുത്തത് അവർ നല്ല സെക്യൂറായിട്ട് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ഒരു ബോക്സ് കാണുമ്പോൾ നമുക്ക് അത്രയും തോന്നത്തില്ലെങ്കിലും ഉള്ളിൽ നല്ല സെക്യൂറായിട്ട് ഓരോന്ന് എടുത്തെടുത്ത് കവറിൽ പൊതിഞ്ഞിട്ടൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് ഇതേപോലത്തെ കയ്യിലാണ്. ഈ കയ്യിൽ 2 എണ്ണമേ ആ ഒരു ഇമേജിലുണ്ടായിരുന്നുള്ളൂ, പക്ഷേ വന്നപ്പോൾ 4 എണ്ണം ഉണ്ടായിരുന്നു. കയ്യിലാണ് എനിക്ക് ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല കുഴിവൊക്കെയുള്ള നമുക്ക് ചിക്കൻ കറിയിൽ അല്ലെങ്കിൽ സാമ്പാറിലൊക്കെ ആണെങ്കിൽ തന്നെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള 4 കയ്യിലുകളാണ് കേട്ടോ ഇത്. ഇമേജിൽ 2 എണ്ണമേ ഉള്ളൂ, കൈ കിട്ടിയപ്പോൾ 4 എണ്ണം. അപ്പോൾ മനസ്സിൽ വീണ്ടും ലഡ്ഡു പൊട്ടി. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എണ്ണം കൂടിയത് കൊണ്ടാണ് 48 പീസ് മൊത്തം 44 പീസെന്നാണ് അവർ ആ ഒരു റിവ്യൂവിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുമല്ലോ അതിലൊക്കെ ഉണ്ടായിരുന്നത്. റിവ്യൂവിൽ 44 ഉണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് കിട്ടിയപ്പോൾ 48 ഉണ്ടായിരുന്നു. അപ്പോൾ എക്സ്ട്രാ 2 എണ്ണം കൂടി അവർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇഞ്ച് ഞാൻ വെച്ച് കാണിക്കാം. 8 ഇഞ്ചാണ് ഇത് വരുന്നത്. ഇതിൻ്റെ നീളം 8 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇത്ര നീളം ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവില്ല. അതാണ് ഞാൻ ടേപ്പ് വെച്ച് കാണിച്ചത്. ഞാൻ വളച്ച് കാണിച്ചു തരാം. അങ്ങനെ പെട്ടെന്നൊന്നും വളയില്ല, നല്ല കട്ടിയുണ്ട്. ചെറിയൊരു സ്പൂണാണെങ്കിൽ തന്നെ നല്ല കട്ടിയിലാണ് വന്നിട്ടുള്ളത്. കണ്ടോ, കയ്യിൽ 4 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ 4 എണ്ണം ഉള്ളത്. ബാക്കി എല്ലാ സാധനവും 6 എണ്ണം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫോട്ടോയിൽ 2 എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും നമുക്കൊരു നഷ്ടമല്ല, 2 എണ്ണം എക്സ്ട്രാ കിട്ടിയിട്ടുള്ളത്. കണ്ടോ, അടുത്ത പ്രൊഡക്റ്റ് ഇതാണേ. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇനിയുള്ളത് സ്പൂണുണ്ട്, ഫോർക്കുണ്ട്. സ്പൂണാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സ്പൂൺ 6 എണ്ണം ഉണ്ട്. സ്പൂണിൻ്റെ പിടിയുണ്ടല്ലോ അതിലൊക്കെ ചെറിയ ചെറിയ ഡിസൈൻസ് ഉണ്ട്. എല്ലാത്തിലും ഡിസൈൻസ് ഉണ്ട് കേട്ടോ. ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഫ്ലോറലായിട്ടുള്ള സിമ്പിളായിട്ടുള്ള പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ ഒരു ക്യൂട്ടായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്. ഇത് വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഞാനത് ക്ലിയർ ആയിട്ട് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ചെറിയ ചെറിയ പാറ്റേൺസ് ഇതിൻ്റെ പിടിയിൽ വരുന്നുണ്ട് കേട്ടോ. ഓവറായിട്ടുള്ളതല്ല, സിമ്പിളായിട്ടുള്ള ചെറിയൊരു പാറ്റേൺ വരുന്നുണ്ട്. അതെല്ലാ പാത്രത്തിലും ഉണ്ട് കേട്ടോ. സെൻറ്ററിലൊക്കെ ആയിട്ടാണെങ്കിലും ചെറിയതായിട്ടൊരു ഫ്ലോറൽ ഒക്കെ കാണുമ്പോൾ ഒരു ക്യൂട്ട്നെസ്സാണ് കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പോർഷനിലാണ് പിടിയിലൊക്കെ ഉള്ളത്. ഞാൻ എടുത്തപ്പോൾ അധികം സൂം ചെയ്യാൻ പറ്റിയില്ല, ഒന്നും കൂടെ പൊക്കി കാണിക്കാം. കണ്ടോ, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഫോൺ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അത് പഴയ ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ വേറെ ഫോണിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു ക്വാളിറ്റി ഇഷ്യൂ ഉണ്ട്. ഇത് 6 എണ്ണം ഉണ്ടായിരുന്നേ. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അടുത്തതേ ഫോർക്കാണ് കേട്ടോ. ഇതും 6 എണ്ണം തന്നെ ഉണ്ടായിരുന്നു, നല്ല ഷാർപ്പായിട്ട്. ഇതൊന്നിലും ഒരു അഴുക്കോ പൊടിയോ തുരുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞാൻ പറയാവേ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്ലേറ്റിൽ മാത്രം ചെറിയൊരു പാടുണ്ടായിരുന്നു. അത് ഞാൻ കൈവച്ച് ഇങ്ങനെ തുത്തപ്പോൾ തന്നെ പോവുകയും ചെയ്തു. എന്തോ അവർ മാർക്ക് ചെയ്തതിൻ്റെ എന്തോ മഷി എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തോ ഒരു പ്ലേറ്റിലുണ്ടായിരുന്നു. അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഇതും 6 എണ്ണം ഉണ്ടായിരുന്നേ. 6 പേരുടെ സെറ്റ് ആയതുകൊണ്ടാണ് എല്ലാം 6 എണ്ണം. ഇതേപോലെ 4 പേരുടെ സെറ്റും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിലും വില കുറവായിരുന്നു. 600 എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ റേറ്റ്. ഞാനത് ഓർക്കുന്നില്ല. ഞാൻ 6 പേരുടെ ചൂസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ കറക്റ്റ് റേറ്റ് ഓർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതും കൂടെ നോക്കിയിട്ട്, ഈ ഒരു സെല്ലറിൻ്റെ തന്നെയായിരുന്നു, അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് ഞാൻ ഇട്ടേക്കാം. ഇതിലിപ്പോൾ ഒരുപാട് സെല്ലർ ഉള്ളത് കൊണ്ടിട്ട് ചിലരുടെയൊക്കെ പ്രൊഡക്റ്റ് മോശമാണെന്നും അതേപോലെ തന്നെ ഡാമേജ് ഉള്ളതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഞാനിങ്ങനെ നോക്കി, ഒരുപാട് റിവ്യൂ നോക്കിയിട്ടാണ് ഇത് ചൂസ് ചെയ്തത്. അപ്പോൾ ഇവരുടെ സെല്ലറുടെ പേജിൽ കയറി നോക്കിയപ്പോൾ അവർക്കെല്ലാം നല്ല റിവ്യൂ ആണുള്ളത്. അപ്പോൾ നമുക്കൊരു ട്രസ്റ്റബിളും ആണല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബൗള്, അതിൻ്റെ തന്നെ കുറച്ചും കൂടെ സൈസിൽ ചേഞ്ച് ഉള്ളതാണ് കേട്ടോ. ഇത് വലുതും ചെറുതുമായിട്ടാണ് 6 എണ്ണം വന്നിട്ടുള്ളത്. അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. ഒരെണ്ണം 3 ഇഞ്ചാണ് തോന്നുന്നു അതിൻ്റെ ആ ഒരു റേഡിയസ്. റേഡിയസ് അല്ല, ഡയമീറ്റർ നോക്കുമ്പോഴത്തേക്കും കണ്ടോ, രണ്ടും ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. കണ്ടോ, ഇതിനകത്ത് കൊള്ളുന്ന രീതിയിലാണ് മറ്റത്. ഈ ഒരു ടൈപ്പ് ബൗളുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ ബൗൾ. നമുക്ക് കറിയൊക്കെ ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ, ഇപ്പോൾ രാവിലത്തെ ചട്നി സാമ്പാർ അങ്ങനെയൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ നല്ലതാണ്. കണ്ടോ, ഒരെണ്ണം 4 ഇഞ്ച്, മറ്റത് നമുക്ക് നോക്കാവേ. ഇത് വെച്ചിട്ടിരിക്കുന്നില്ല. ഓക്കെ, ഒന്നൊരു 3.5 അങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നത്. റേഞ്ചിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ പാത്രം ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു വ്യത്യാസം വരുന്ന കാര്യമാണ് ആ റേഞ്ചാണെങ്കിൽ തന്നെ. കണ്ടോ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഞാൻ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ വെച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ 48 എണ്ണം ഉണ്ടോയെന്ന് അറിയണമല്ലോ. ഞാൻ അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാം ഒന്ന് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിൻ്റെ പുറമേ ആയിട്ട് വെക്കുവാണേ. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അടുത്തത് ചെറിയ ടൈപ്പ് പ്ലേറ്റാണ്. ഇപ്പോൾ കുട്ടികളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ പറ്റിയ
ചെറിയ പ്ലേറ്റ്. ഈ പ്ലേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്തിനെങ്കിലും മൂടിയായിട്ട് യൂസ് ചെയ്യാം. കലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂടിയായിട്ടൊക്കെ ഇല്ലേ, നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ ചായയൊക്കെ ആണെങ്കിൽ തന്നെ മൂടി വയ്ക്കാൻ പറ്റിയ ആ ഒരു സൈസിലാണ് കേട്ടോ വരുന്നത്. പിന്നെ പ്ലേറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ പ്ലേറ്റിന് ഒരുപാട് കുഴിവൊന്നുമില്ല. ഞാൻ ഇപ്പോഴേ പറയാം, കുഴിവില്ല ഒരുപാട്. അത് വലിയ പ്ലേറ്റ് ആണെങ്കിലും ചെറിയ പ്ലേറ്റ് ആണെങ്കിലും നമ്മളിപ്പോൾ ഫൈബറിൻ്റെയൊക്കെ പ്ലേറ്റിൽ എടുക്കില്ലേ, ആ ഒരു കുഴിവേ ഇതിന് കിട്ടുകയുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒരുപാട് കുഴിവ് വരുന്നില്ല. അത് ഞാൻ പറയാം. അതെനിക്ക് ചെറിയൊരു ഇതായിട്ട് പോയിൻ്റായിട്ട് തോന്നി. പക്ഷേ എന്നാലും നമുക്ക് ഈ ഒരു റേറ്റിൽ പക്ഷേ കട്ടിയുണ്ട്, നല്ല കട്ടിയുണ്ട്, ക്വാളിറ്റി ഉണ്ട്. കുഴിവില്ല. വലിയ നമ്മൾ കഴിക്കുന്ന ചോറ് കഴിക്കുന്ന പാത്രത്തിന് വലിയ കുഴിവില്ല. എന്നാലും ഒരു ഫൈബറിൻ്റെ പാത്രത്തിലൊക്കെ നമ്മൾ കഴിക്കാറില്ലേ, ആ ഒരു കുഴിവ് അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ കുഴിവുണ്ട് കേട്ടോ. ഇതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇത് ചെറിയ സൈസാണ് കേട്ടോ. ഇതിൻ്റെ വലിയ സൈസ് നമുക്ക് വലിയവർക്ക് കഴിക്കാൻ പറ്റിയതുകൊണ്ട് ഇത് ചെറിയ കുട്ടികൾക്ക് കഴിക്കാം. അതേപോലെ തന്നെ മൂടിയായിട്ടൊക്കെ യൂസ് ചെയ്യാം, അടച്ച് വെക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ നോക്കിയത്. ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. ചോറ് കഴിക്കാൻ പറ്റിയിട്ടുള്ള 6 പേർക്ക് ചോറ് കഴിക്കാൻ പറ്റിയിട്ടുള്ളത്. മറ്റേ പ്ലേറ്റും 6 തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, 6 പേർക്ക് ചോറ് കഴിക്കാൻ പറ്റിയ നല്ല വലിയ പാത്രമാണേ. ഇതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കണോ? കണ്ടോ, എൻ്റെ ഫേസ് കാണാൻ തോന്നുന്നു ചെറുതായിട്ട് അതിൽ. 6 പ്ലേറ്റ് വലുതാണേ. ഞാൻ ഓരോന്ന് എടുത്ത് വയ്ക്കുക. പുതിയതായതുകൊണ്ട് ആ തിളക്കം, നല്ല തിളക്കം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ഈ ഒരു റേറ്റിൽ കിട്ടുമെന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ടൊക്കെ വീടൊക്കെ വെച്ച് താമസിക്കാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇത്രയും അല്ലേ, നല്ല എന്തായാലും വിലക്കുറവിൽ ഇത്രയും നല്ല പ്രൊഡക്റ്റ്സൊക്കെ കിട്ടും എന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. ഞാനൊരു ടേപ്പ് വെച്ചിട്ട് കാണിച്ചു തരാവേ. ഇത് 10 ഇഞ്ചാണുള്ളത്. കണ്ടോ, 10 ഇഞ്ചുണ്ട്. ഇതിൻ്റെ ചെറുതും കൂടെ ഞാൻ മെഷർമെൻ്റ് എടുത്ത് കാണിക്കാം. അത് കാണിച്ചില്ലായിരുന്നല്ലോ. ഇതിൻ്റെ ചെറുത് നോക്കുമ്പോൾ 7 ഇഞ്ച്, 3 ഇഞ്ചിൻ്റെ വ്യത്യാസത്തിലാണ് 6 പ്ലേറ്റ്. രണ്ടും കൂടെ 12 പ്ലേറ്റ്, 6 ഒന്ന് ചെറുത് 7 ഇഞ്ചിൻ്റെ ഒരു 6 എണ്ണം, പിന്നെ വലുത് 10 ഇഞ്ചിൻ്റെ 6 എണ്ണം. അപ്പോൾ അങ്ങനെയാണ് പ്ലേറ്റ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഴിവ് ഒരുപാട് കുഴിവൊന്നുമില്ല, എന്നാലും നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഒരു കുഴിവിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പാത്രങ്ങളാണ് നമുക്ക് ഈ ഒരു 800 രൂപ 850 രൂപ ഉള്ളിൽ വന്നിട്ടുള്ളത്. ഇതെന്തായാലും വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും വാങ്ങിച്ച് നോക്കണം. ക്വാളിറ്റിയുടെ ബേസിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു സെല്ലറുടെ അടുത്ത് നിന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓരോരുത്തർക്ക്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതേപോലത്തെ റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാം സയ ഡിസൈൻസ് എന്ന് തന്നെയാണ് നമ്മുടെ ID വരുന്നത്. അപ്പോൾ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.